കൊച്ചി മോഡലിംഗ് സെക്സ് റാക്കറ്റ് കേസിൽ ഗുണ്ടാ നേതാവ് ഭീഷണിപ്പെടുത്തുന്നുവെന്ന് പരാതിക്കാരി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. ഗുണ്ടാ നേതാവ് ഔറംഗസേബിനെതിരെയാണ് പരാതി. സെക്സ് റാക്കറ്റിനെതിരെയുള്ള പരാതി പിൻവലിക്കണമെന്നാണ് ആവശ്യം. പരാതിയിൽ സൈബർ പോലീസ് അന്വേഷണം തുടങ്ങി. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, തുടക്കം മുതൽ തന്നെ ഈ ഔറംഗസേബിൻ ചിത്രത്തിലുള്ളതാണ്. അതായത് ഈ കേസിലെ പ്രതിയായിട്ടുള്ള അലീനയുടെ കാമുകനാണ്. അതിൻ്റെ പേരിൽ ഈ അലീന ഔറംഗസേബിൻ്റെ പേരും പറഞ്ഞ് ഈ പരാതിക്കാരി ഈ യുവതികളെ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നൊക്കെ ആരോപണം ഉയർന്നു വന്നിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഔറംഗസേബ് നേരിട്ട് ഭീഷണിപ്പെടുത്തിയെന്നാണോ ഈ പരാതിക്കാരി ഉന്നയിക്കുന്ന വിഷയം? ടോമി, പരാതിയിൽ ഒരു ഉള്ളടക്കം അങ്ങനെയാണ്. കാരണം ഔറംഗസേബ് തന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്ന രീതിയിലാണ് അവർ പരാതി നൽകിയിരിക്കുന്നത്. ആ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ നിന്ന് പിന്മാറണം, ഈ പരാതിയിൽ നിന്ന് പിന്മാറണം, ഇതിൽ തുടരാനായിട്ട് പാടില്ല, അതിൽ നിന്ന് ഈ പരാതി പിൻവലിക്കണമെന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇയാൾ ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തനിക്ക് ഭയമുണ്ട് എന്ന് അവർ ഇതിൽ പരാതിയിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ കേസിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഗുണ്ടാ നേതാവ് ഔറംഗസേബിനെ അടക്കം ചോദ്യം ചെയ്യേണ്ട സ്ഥിതിയിലേക്ക് പോലീസ് വന്നിട്ടുണ്ട്. ഇതിൽ ടോം, ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ കൂടുതൽ പരാതിക്കാരെ പിന്നീട് ഉണ്ടാകുന്നില്ല എന്നൊരു കാരണമുണ്ട്. തുടക്കത്തിൽ പൊതുവിൽ എല്ലാവരും പ്രതീക്ഷിച്ചത് കൂടുതൽ പരാതിക്കാരുണ്ടാകും, കൂടുതൽ ഇരകൾ ഇതിലുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് പുതിയ പരാതികൾ ഉണ്ടാകുന്നില്ല എന്നതിൽ പരാതിക്കാരില്ലാഞ്ഞിട്ടാണോ അതോ ഈ രീതിയിലുള്ള ഭീഷണിപ്പെടുത്തൽ എല്ലാ ഭാഗത്തു നിന്നും തുടരുന്നുണ്ടോ എന്ന കാര്യങ്ങളിലെല്ലാം തുടക്കം മുതലേ സംശയമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ ഈ പരാതിക്കാർ തന്നെ പറയുന്നു തന്നെ ഭീഷണിപ്പെടുത്തുകയുണ്ട്. അപ്പോൾ ഈ രീതിയിൽ തന്നെ മറ്റുള്ളവരിലെയും ഇത് സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങളിലെല്ലാം തന്നെ പോലീസിന് സംശയമുണ്ട്. തുടക്കത്തിൽ ഈ അലീനയ്ക്കും അതോടൊപ്പം തന്നെ ബിലാൽ, സിന്ധു എന്നിവർക്കെല്ലാം തന്നെയും ഗുണ്ടാ നേതാക്കളുമായും ഗുണ്ടാ സംഘങ്ങളുമായും ബന്ധമുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതിൽ ഇവർ പറയുന്ന ഈ ഇവർ പറയുന്ന ഓഡിയോ ക്ലിപ്പുകളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു. അതുമെല്ലാം ഔറംഗസേബിനെ ചുറ്റിപ്പറ്റിയുള്ളതായിരുന്നു. ഇത്തരം സംഘങ്ങൾ തങ്ങൾക്ക് സംരക്ഷണമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ പറയുകയും ചെയ്ത സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഇവരെ ചോദ്യം ചെയ്യും എന്നതെല്ലാം തന്നെ പറഞ്ഞു. പക്ഷെ പിന്നീട് ഇപ്പോൾ വലിയ രീതിയിലേക്ക് ഈ കേസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നില്ല എന്നതൊരു വസ്തുത തന്നെയാണ്. കാരണം വലിയ ചോദ്യം ചെയ്യലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നില്ല. പോലീസ് പതിവ് അവരെ കസ്റ്റഡിയിൽ വാങ്ങിച്ചിട്ടുണ്ട്. ഈ സിന്ധുവിനെയും ബിലാലിനെയും കസ്റ്റഡിയിൽ വാങ്ങിച്ചു, ചോദ്യം ചെയ്തു. മറ്റു പ്രതികളുടെ അടക്കമുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ദുബായിൽ ഉള്ള പ്രതികളെന്ന് പറയുന്ന 2 പേരുണ്ട്, ഷംനീർ, റഹ്മത്തും. ഇവരെയും നാട്ടിലെത്തിക്കുവാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് തുടരുന്നു എന്ന് പറയുമ്പോൾ പോലും അത് എത്രത്തോളം എത്തി എന്ന കാര്യത്തിൽ വലിയ അറിവൊന്നും ആർക്കും തന്നെയില്ല. ഏതായാലും ഇക്കാര്യത്തിൽ ദുരൂഹതകൾ നിലനിൽക്കുന്നു എന്നത് തന്നെയാണ് തുടക്കം മുതലുള്ളത്, ഇപ്പോഴും തന്നെ തുടരുന്നു. ഒരു ക്ലിയർ കട്ടായി പോലീസിന് ഇക്കാര്യങ്ങളിലൊന്നും പറയാൻ കഴിയാത്ത രീതിയിലേക്ക് പോകുന്നു. ഗുണ്ടാ സംഘങ്ങളുമായി ഇവർക്ക് എന്താണ് ബന്ധം എന്നത് ഇതുവരെയും പറയാൻ കഴിഞ്ഞിട്ടില്ല. തുടക്കത്തിൽ പോലീസ് വ്യക്തമാക്കിയിരുന്ന കാര്യം ഈ മലയാളികൾ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർ ഉൾപ്പെടെ ഇതിൽ ഇരകളായിട്ടുണ്ടെന്നാണ്. പക്ഷെ ആരും ഡാനി നേരത്തെ സൂചിപ്പിച്ച പോലെ പരാതിയുമായി മുന്നോട്ട് വന്നിട്ടില്ല. ഇവരുന്നയിക്കുന്ന ഈ പരാതിക്കാരികൾ പറയുന്നതനുസരിച്ച് എത്ര പേർ ഇരകളായിട്ടുണ്ടെന്നാണ് പറയുന്നത്. കാരണം കുറേ നാളുകളായി ഈ സെക്സ് റാക്കറ്റ് ഇടപാടുകൾ നടക്കുന്നുണ്ടെന്ന് അവർ ഉന്നയിക്കുന്നുണ്ടല്ലോ. പക്ഷെ അതുമായി ബന്ധപ്പെട്ടതിൽ തെളിവുകൾ പോലീസിന് മുൻപാകെ കിട്ടിയിട്ടുണ്ടോ? പോലീസ് അതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത്? ടോം, ഇതിൽ പോലീസ് കാര്യമായ രീതിയിലുള്ള ഒരു തെളിവുകൾ തങ്ങൾക്ക് ലഭിച്ചു, അല്ലെങ്കിൽ ഇന്ന ആളുകൾ മൊഴി നൽകി എന്ന വിവരങ്ങൾ കൂടുതലായിട്ട് പുറത്തേക്ക് വരുന്നില്ല. ഈ ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധമുണ്ട് എന്ന് തുടക്കം മുതൽ തന്നെ പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ കേസിൻ്റെ മറ്റൊരു വിശദാംശങ്ങൾ ലഭ്യമല്ല. തുടക്കത്തിൽ പറഞ്ഞ പോലെ നിരവധി ആളുകളുണ്ട്, അതിൽ ഒരു നമ്പർ ഒന്നും പറയാതെ നിരവധി ആളുകളുണ്ട്. പരാതികൾ ഇനിയും ഉണ്ടാകും, പ്രതികൾ ഇനിയും ഉണ്ടാകും എന്നതെല്ലാം പറയുന്നു. ഇതൊരു വേറൊരു രീതിയിലുള്ള ഒരു കേസ് എന്ന രീതിയിൽ തന്നെ വന്നിരുന്നു. അന്താരാഷ്ട്ര തലത്തിൽ ഇവർക്ക് ബന്ധങ്ങളുണ്ട് എന്ന് പോലും പറഞ്ഞിരുന്നു. പക്ഷേ അറസ്റ്റ് നടന്ന് നാളിത്രയായിട്ടും ഇതിനപ്പുറത്തേക്ക് പോകാനായിട്ട് പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നതൊരു വസ്തുത തന്നെയാണ്. അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് പോലീസ് വിടുന്നില്ല എന്നത് ഇതിൽ രണ്ടിലേതെങ്കിലുമാണ് ഇതിൽ സംഭവിക്കുക. എന്തായാലും ഇതിൽ ഗുണ്ടാ സംഘങ്ങളുമായുള്ള ബന്ധം തുടക്കം മുതൽ തന്നെ പറയുകയാണ്. പക്ഷേ ഇതുവരെയും ഒരാളെ പോലും ഈ പറയുന്ന ഗുണ്ടാ നേതാവിനെ പോലും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അയാൾക്കെതിരെ പലതവണ മൊഴികളുണ്ട്. ഇപ്പോൾ നേരിട്ട് അയാൾക്കെതിരെ പരാതി തന്നെ വന്നിരിക്കുന്നു. അതിപ്പോൾ ചോദ്യം ചെയ്യേണ്ട സാഹചര്യങ്ങളെല്ലാം തന്നെയുണ്ട്. പക്ഷേ ഇതൊന്നും തന്നെ നടക്കുന്നില്ല എന്നതാണ് പറയേണ്ടത്. ഇനിയിപ്പോൾ പുതിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ തുടർ നീക്കങ്ങൾ എന്താണ് എന്നതാണ് അറിയേണ്ടത്. ദുബായിലുള്ള
പ്രതികളെ അവരെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ? ഒപ്പം വളരെ കാതലായി അന്വേഷിക്കേണ്ടത് മറ്റു പരാതികൾ ഉണ്ടാകുന്നില്ല എന്ന കാര്യത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ഭീഷണിപ്പെടുത്തലോ ഇടപെടലോ നടന്നിരിക്കാനുള്ള സജീവമായ വളരെ സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്ന ആളെ പോലും വിളിച്ചു പറഞ്ഞ പരാതി പിൻവലിക്കണമെന്ന് പറയുമ്പോൾ മുന്നോട്ട് പരാതിയുമായി വരാൻ എത്ര പേർക്ക് ധൈര്യമുണ്ടാകുമെന്നതാണ് പിന്നീടുള്ള ചോദ്യം. അവർക്ക് ധൈര്യം നൽകുന്ന രീതിയിലുള്ള സമീപനങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. പരാതിക്കാരുണ്ടെങ്കിൽ അതിന് അവർക്ക് സംരക്ഷണവും കാര്യങ്ങളും നൽകുന്ന രീതിയിലുള്ള നടപടികൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ലെങ്കിൽ ഈ കേസ് ഈ രീതിയിൽ തന്നെ പോവുകയാണെങ്കിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാവില്ല, പരാതിക്കാരുണ്ടാവില്ല. ആ രീതിയിലേക്ക് എല്ലാം ഇത് പോകും. ടോം. യെസ് ഡാനി, എന്തായാലും ഈ വിദേശത്തുള്ള 2 പ്രതികളെ കൂടി നാട്ടിലെത്തിക്കണം. അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? മാത്രമല്ല ഈ കേസിൽ എങ്ങനെയാണ് അവരുടെ ഇടപെടലുകൾ എന്നതാണ് ഏറ്റവും പ്രധാനമായും അറിയേണ്ടത്. അതോടൊപ്പം ഈ ഔറംഗസേബിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഭീഷണി ഉണ്ടായിട്ടുണ്ട്. ഔറംഗസേബിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമോ? അതോടൊപ്പം സൈബർ സെല്ലിൻ്റെ സഹായം തേടിയിട്ടുണ്ട്. അത് ഏത് രീതിയിലാണ് ഇങ്ങനെ ഭീഷണി ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായി പരിശോധിക്കേണ്ടതല്ലേ? പോലീസ് ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഈ ഗുണ്ടാ നേതാക്കളിലേക്ക് അന്വേഷണം എത്തേണ്ടതുണ്ട്. കാരണം അവരെ ഒരു വലിയ പാർട്ട് തന്നെ, വലിയൊരു ഭാഗം തന്നെയാണ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം. എല്ലാവരുടെ മൊഴിയിലും ഈ സംഘത്തിനെ കുറിച്ചുണ്ട്. ഇരകളായവരുടെ എല്ലാവരുടെയും മൊഴിയിലുണ്ട്. ആ പിടിയിലായവർക്ക് ഇവരുമായിട്ടുള്ള ബന്ധം തെളിഞ്ഞിട്ടുണ്ട്. അവർക്ക് പണം നൽകിയത് അടക്കമുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ചെറിയ തുകയൊന്നുമല്ല, വലിയ രീതിയിൽ അവർക്ക് പണം നൽകിയിട്ടുണ്ട്. അത് ഓരോ മോഡലുകളെ കയറ്റി അയച്ചതിന് ശേഷമാണെന്നത് അടക്കമുള്ള കാര്യങ്ങൾ നോക്കേണ്ടത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരുമായുള്ളൊരു ഇഴയടുപ്പം വലിയ രീതിയിൽ തെളിഞ്ഞിട്ട് പോലും ഇപ്പോൾ ഒരു പരാതിക്ക് വേണ്ടി കാത്തിരിക്കുന്ന രീതിയിലേക്ക് പോലീസ് വന്നത് എന്തുകൊണ്ടാണ് എന്നതൊരു ചോദ്യം തന്നെയാണ്. അല്ലാതെ തന്നെ അവരെല്ലാം ഈ സംശയമല്ല, അവർക്ക് കൃത്യമായി ഇടപെടുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ടായിട്ട് ഇവരെ ആരും തന്നെ ചോദ്യം ചെയ്യുന്നില്ല. ഈ രീതിയിലേക്ക് കേസ് പോവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും പോലീസിൻ്റെ ശക്തമായ ഒരു ഇടപെടലില്ലെങ്കിൽ ഈ മോഡൽ സെക്സ് റാക്കറ്റ് കേസിൽ വലിയ രീതിയിലുള്ള മുന്നോട്ട് പോക്ക് ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറവാണ്. യെസ്, വ്യക്തമാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.